കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മുട്ടപ്പത്തിരിയുടെ റെസിപ്പി ആയാലും ഇതിനായിട്ട് 2 ഏലക്ക പൊടിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത ഏലക്കയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. നമുക്ക് മൊത്തം 1.25 കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത്. ഇതുപോലൊരു ബാറ്ററാക്കി എടുക്കാം. ഇനി മുട്ടയപ്പം ചുടുന്ന ചട്ടിയിലേക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ ഉടച്ച കോഴിമുട്ടയുടെ തൊണ്ടിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് തുടച്ച് കളഞ്ഞതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. പതുക്കെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ വേവിച്ചെടുക്കാം. എല്ലാ മാവും ഇതുപോലെ നമുക്ക് വേവിച്ചെടുക്കാവേ. ആദ്യത്തെ 1-2 പത്തിരി ചിലപ്പോൾ ശരിയായെന്ന് വരില്ല, അത് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല നെയ്യും പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. മാസലാമ, ബായ്.